അതെ, ഒരു സന്തോഷമുള്ള കാര്യം പറയാൻ വേണ്ടി വന്നാ. ഇന്നെന്റെ രത്നമോളെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. നല്ല കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇക്കാര്യം നിങ്ങൾ അറിയണം. നിങ്ങൾ ഒളിച്ചോടി പോയതിന്റെ പേരുദോഷം കാരണം എന്റെ പെങ്ങന്മാർക്ക് നല്ല കല്യാണ ആലോചന വരുമെന്നുള്ള പ്രയാസത്തിലായിരുന്നു ഇത്രയും കാലം ഞാൻ. പക്ഷേ ഇന്നത്തോടെ അത് മാറി. രത്നയ്ക്ക് വന്നത് നല്ല കല്യാണ ആലോചനയാ. നല്ല ഒന്നാന്തരം ഗൾഫുകാരന്റെ ആലോചന. ചെക്കൻ വന്ന് കണ്ട് പെണ്ണിന് ഇഷ്ടമായ ഇന്ന് തന്നെ ഞാൻ കല്യാണം ഉറപ്പിക്കും. നിങ്ങൾ ഉപേക്ഷിച്ചു പോയിട്ടും എന്റെ സഹോദരിമാരെ വളർത്തി ഈ നിലയിലെത്തിക്കാൻ എനിക്ക് സാധിച്ചല്ലോ. അക്കാര്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട്. നിങ്ങൾ ചതിച്ചിട്ടും ഞങ്ങൾ ആരും തോറ്റുപോയിട്ടില്ല. റാണി എങ്ങനെ കെട്ടിക്കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനനുസരിച്ച് നീ അങ്ങ് കെട്ടിക്കൊടുത്താ മതി. അതെ, കൂടുതൽ നിർദ്ദേശമൊന്നും വേണ്ട. എനിക്കറിയാം കേട്ടോ എന്റെ ചേച്ചി എങ്ങനെ സുന്ദരിയാക്കണമെന്ന്. ചേച്ചിയെ കണ്ട ചെക്കൻ അപ്പൊ തന്നെ ലൈക്ക് ആവണം. നമ്മുടെ ചേച്ചിയെ കണ്ട ആർക്കാ ഇഷ്ടാവാത്ത? കുഞ്ഞി കിന്നാരം പറഞ്ഞോണ്ട് നിൽക്കാതെ നീ ആ മുല്ലപ്പൂവിങ്ങെടുത്തേ. ആ ചേച്ചി ആ സ്ലൈഡിങ് എടുത്തേ. ചേച്ചി ചേച്ചിക്ക് എന്തു പറ്റി? ഹലോ, സ്വപ്നം കാണാണോ? ഡ്രീം ഡ്രീം. എന്താ എന്താ ചോദിച്ചേ? സ്വപ്നം കാണുവാണോ എന്നാ ചോദിച്ചേ. അയ്യോ, ചെക്കൻ വന്ന് പെണ്ണ് കണ്ടിട്ടില്ല, അപ്പൊ തന്നെ എന്തൊക്കെ ആലോചനകള്. എന്താ ഒരുക്കങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞോ? ഏതാണ്ട് കഴിയാറ് ചേട്ടാ. ഇനി മുല്ലപ്പൂ കൂടെ വെച്ചാ മതി. മോളെ, ചായയും പലഹാരവും ഒക്കെ എടുത്തു വെക്കണം. അതൊക്കെ ഞാൻ എടുത്തു വെക്കാം. ചേച്ചി ഇതാ. ഞാനൊന്ന് അടുക്കള പോയിട്ട്. നീ അടുക്കളയിൽ പോവായിരിക്കും അല്ലേ? എന്തിന്? അടുക്കളയിൽ ഇരിക്കുന്ന പലഹാരം മുഴുവൻ എടുത്ത് വിഴുങ്ങാൻ. പലഹാരോ? ഞാനോ? ഞാൻ തന്നെ. നീ പോണ്ട, ഇവിടെ നിന്നാ മതി. പെട്ടെന്ന് ആവട്ടെ കേട്ടോ. മുല്ലപ്പൂ എവിടെ? ഇവിടെ ഉണ്ട്. ഓ, ഇങ്ങോട്ട് തന്നെ. എനിക്കറിയാം, ഞാൻ വെച്ചോളാം. നിനക്കറിയില്ല. പോ. സ്ലൈഡ് ഒന്നും വേണ്ടേ? ആ വേണം. ആ ദാ. അവിടെ ഇതിന്നൊന്നും എടുത്ത് കഴിക്കാന്ന് വിചാരിക്കണ്ട. ഏതായാലും പെണ്ണ് കാണാൻ വരുന്നവർ ഇതൊന്നും തിന്നീർക്കാൻ പോകുന്നില്ല. ഇതെല്ലാം എനിക്കുള്ളതാ. അവർ പെണ്ണ് കണ്ടിട്ട് പെട്ടെന്ന് അങ്ങ് പോയാ മതിയായിരുന്നു.